ഏതൊരു പ്രോജക്റ്റിൻ്റെയും ഏതൊരു കമ്പനിയുടെയും വളർച്ചയ്ക്കും വികാസത്തിനും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ ചിലവ് പ്രോപ്പറായി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അനാവശ്യ ചിലവുകളെയൊക്കെ ഒഴിവാക്കി പണത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്, ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വളരെ വിദഗ്ധരായിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ആവശ്യകത വളരെയധികമുണ്ട്. അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽസിൻ്റെ ഒരു ലോകമാണ് ഇന്ത്യ ഒരുക്കുന്നത്. CMA എന്ന കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന കോഴ്സ് പാസ്സായ കുട്ടികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോസ്റ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസിൻ്റെ ഒരു ബോഡി കൂടിയാണ് CMA പാസ്സായിട്ടുള്ള ജനങ്ങളുടെ, കുട്ടികളുടെ, പ്രൊഫഷണൽസിൻ്റെ ഒരു വലിയ ലോകം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന ആ ഒരു പഠന മേഖലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ളൊരു ബോഡി. ഏതാണ്ട് 1 ലക്ഷത്തോളം പ്രൊഫഷണൽസും 5 ലക്ഷത്തോളം വിദ്യാർത്ഥികളും ഉൾക്കൊള്ളുന്ന ഈ മേഖല, വർഷം 2000-ഓളം കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നൊരു മേഖല, 12 മുതൽ 15% വരെ വാർഷിക വളർച്ചാ നിരക്ക് കാണാൻ കഴിയുന്നൊരു മേഖല, വലിയ തോതിൽ ഒരു രാജ്യത്തിൻ്റെ വികാസം നടക്കുന്ന സമയത്ത് ആ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിനനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ ഇക്കോണമി വളരുന്നതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തൊഴിൽ മേഖല കൂടിയാണ് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന മേഖല. വിദേശ രാജ്യങ്ങളിൽ USA-യിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് CMA US ആണ് പാസ്സാവേണ്ടത്. കാനഡയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് CPA എന്ന കോഴ്സ് പാസ്സാവണം. യൂറോപ്യൻ കൺട്രികളിലും UK-യിലും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ACCA പാസ്സാവണം. അതേപോലെ തന്നെ UK-യിൽ CIMA എന്ന കോഴ്സ് പാസ്സാവണം. അപ്പം ഈ കോഴ്സുകളിലേക്കൊക്കെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. CMA പാസ്സായതിനു ശേഷം ഒരു ബ്രിഡ്ജ് കോഴ്സിലൂടെ ആർക്കു വേണമെങ്കിലും വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള യോഗ്യതകൾ നേടി വിദേശ തൊഴിൽ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഒരു ഇൻ്റർനാഷണൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് CIMA എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാം തന്നെ UK ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി CMA പാസ്സായ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ബാങ്കുകളിലും വിവിധങ്ങളായിട്ടുള്ള കമ്പനികളിലും സർക്കാർ മേഖലകളിലും ഒക്കെ സാധ്യതകളുടെ വലിയൊരു ലോകം തുറക്കുന്ന ഈ പഠന തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ 10ാം ക്ലാസ് പാസ്സായാൽ മതി എന്നതാണ് വാസ്തവം. 10ാം ക്ലാസ് പാസ്സായൊരു കുട്ടിക്ക് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഈ മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. ഒരു കമ്പനിയുടെ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ചെയർമാൻ, അതുമല്ല എങ്കിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ഫിനാൻഷ്യൽ മാനേജർ, ജനറൽ മാനേജർ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ പദവികളിലേക്ക് വളരെ വേഗത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന സാധ്യതകളുടെ ഒരു ലോകമാണ് CMA നമുക്ക് മുമ്പിൽ ഒരുക്കുന്നത്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കാൻ കഴിയുന്ന, കൊമേഴ്സ് പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല CMAക്ക് വരാൻ. പക്ഷേ പഠന മേഖലകൾ പ്രധാനമായിട്ടും കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് വരുന്നുണ്ട്, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, ബിസിനസ് ലോ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പഠിക്കേണ്ടതായി വരുന്നുണ്ട്, GST അടക്കമുള്ള ഗുഡ്സ് ആൻഡ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള നിയമവശങ്ങളെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ വിശാലമായ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, ചിലവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെക്കുറിച്ചും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനമാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരിക. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു റേഷ്യോ വെച്ചിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ എന്ന മേഖലയിൽ, കോസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ എന്ന മേഖലയിൽ നിന്ന് നമുക്ക് 10% ചോദ്യങ്ങളാണ് കിട്ടുക. ആ മേഖല കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 10%-ൽ കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, അതിൽ നിന്നൊരു നിശ്ചിത ശതമാനം, ഗുഡ്സ് ആൻഡ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട നിയമവശങ്ങളിൽ നിന്നൊരു നിശ്ചിത ശതമാനം, അങ്ങനെ ഓരോ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നിശ്ചിത ശതമാനം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും 100% സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുക. ഏതെങ്കിലും ഒരു മേഖലയിൽ വീക്കായിട്ടുള്ള ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതല്ല CMA എന്ന് ചുരുക്കം. എല്ലാ മേഖലകളിലും പ്രാവീണ്യം തെളിയിക്കുന്ന ഏതാണ്ട് 2000-ഓളം കുട്ടികൾ ഒരു വർഷം പ്ലേസ്ഡ് ആകുന്ന, 12 മുതൽ 15% വരെ വാർഷിക വളർച്ചാ നിരക്ക് അഷോർഡായി നമുക്ക് കാണാൻ കഴിയുന്ന, മാർക്കറ്റിൽ ആവശ്യമുള്ള സപ്ലൈ ഇല്ലാത്ത, ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഇല്ലാത്ത ഒരു തൊഴിൽ മേഖല കൂടിയാണ്. പലപ്പോഴും നമുക്ക് ഈ മേഖലയിൽ ആരും തന്നെ തൊഴിൽ അന്വേഷിച്ച് പോകാറില്ല എന്നത് മറ്റൊരു ഫാക്ടറാണ്. കാരണം ഇവിടെ നമുക്ക് വേണമെങ്കിൽ സർക്കാർ അടക്കമുള്ള മേഖലകളിൽ ഒരു
പെർമനൻറ്റ് ജോബ് എന്ന രീതിയിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. കുറേ ആൾക്കാർ അത്തരത്തിലൊരു സർവീസ് സെക്ടറിലേക്ക് പോകാറുണ്ട്. രണ്ടാമത് വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയോ സർവീസ് പ്രൊവൈഡർ ആവുകയോ ചെയ്യുന്ന മേഖലകളാണ് അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇതുകൂടാതെ നമുക്ക് ഈ മേഖലയിൽ വേണ്ട സഹായങ്ങൾ നൽകുന്ന വിപുലമായിട്ടുള്ള കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് പ്രാക്ടീസിങ് എന്നൊരു മേഖലയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു പ്രാക്ടീസിങ് സെക്ടറായിരിക്കും. പ്രൈവറ്റായിട്ട് തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന മേഖലകൾ. ബാങ്കിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു നിശ്ചിത വരുമാനത്തിൽ നമ്മുടെ പഠന മേഖലയിൽ നിന്നുള്ള ഏണിങ്സ് അങ്ങനെ ചുരുങ്ങി നിൽക്കുന്നു എന്നുള്ളത് മറികടക്കാൻ പലപ്പോഴും സ്വകാര്യ പ്രാക്ടീസുകൾക്കായിരിക്കും കൂടുതൽ ഈ മേഖലകളിൽ നിന്നുള്ളവർ താല്പര്യം കാണിക്കുക. എന്നാൽ തൻ്റേതായിട്ടുള്ള അധികാരങ്ങൾ പ്രകടിപ്പിക്കണം, ഒരു കമ്പനിയുടെ നിയന്ത്രണം, അവരുടെ ചിലവ് ചുരുക്കലും അല്ലെങ്കിൽ അവരുടെ ചിലവിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ധൂർത്ത് അവസാനിപ്പിക്കുന്ന തരത്തിലൊരു വലിയ കമ്പനിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയി തൻ്റെ പ്രൊഫൈൽ ക്രിയേഷൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ കരിയർ മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ തലപ്പത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് അവരുടെ പ്രൊഫൈൽ ക്രിയേഷൻ ഇതോടൊപ്പം തന്നെ സാധിക്കും. ഇതുകൂടാതെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്ന മേഖലകൾ എങ്ങനെയൊക്കെയാണ്? രണ്ടായിട്ട് നമുക്കിതിൻ്റെ എൻട്രിയെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് വേണമെങ്കിൽ ജനുവരി ജൂൺ ഒക്കെ ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ ജൂണിലും ഡിസംബറിലുമായിട്ട് നടക്കുന്ന നോട്ടിഫിക്കേഷനുകളിലൂടെ പരീക്ഷകളിലൂടെ ഈ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ എന്ന കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏതാണ്ട് 6000 രൂപയോളം ഫീസ് വരുന്ന, കാലാകാലങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും, അതിൽ ഒരു കോഴ്സാണിത്. അതിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഇപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വരാൻ പോകുന്നു. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന നിർബന്ധമൊന്നുമില്ല. ഹ്യൂമാനിറ്റീസ് പഠിച്ച, കൊമേഴ്സ് പഠിച്ച, സയൻസ് സ്ട്രീമിൽ പഠിച്ചിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പഠനത്തിന് പാരലായിട്ട് പോകാൻ കഴിയുന്ന ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് കൂടിയാണിത്. കറസ്പോണ്ടൻസ് പ്ലസ് ഓറലായിട്ട് വരുന്ന ക്ലാസ്സുകൾ കൂടി, കോണ്ടാക്ട് ക്ലാസ്സുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ബ്ലെൻഡഡ് ഫോമിലാണ് ഈ കോഴ്സ് മുന്നോട്ട് പോവുക. ഔദ്യോഗികമായിട്ട് നമുക്ക് ഇതിന് പഠന സംവിധാനങ്ങൾ, ചാപ്റ്ററുകൾ തന്നെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ കോളേജുകളിലോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഒക്കെ ആയിട്ട് ഒരുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കോണ്ടാക്ട് സെൻറ്റേഴ്സിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ കോണ്ടാക്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ടൊരു പ്രത്യേക ഫീസ് അടച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് അവസരങ്ങളുണ്ട്. ഏതാണ്ട് 23,000 രൂപ മുതൽ മുകളിലേക്കാണ്. പിന്നെ അതായത് നമ്മൾ ഓൾറെഡി പാസ്സാകുന്ന ഫൗണ്ടേഷൻ കോഴ്സ് പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് തൊട്ടപ്പുറത്ത് അടുത്തതായിട്ട് പോകാൻ കഴിയുന്ന മേഖല ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന മേഖലയാണ്. ഇൻ്റർമീഡിയറ്റിലേക്ക് 2 രീതിയിലാണ് എൻട്രി കിട്ടുക. ഒന്ന്, 10ാം ക്ലാസ് കഴിഞ്ഞ് ഫൗണ്ടേഷൻ കോഴ്സ് പാസ്സായ കുട്ടികൾക്ക് +2 കഴിയുന്നതോടുകൂടെ ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ, ഡിഗ്രി പാസ്സായ ഒരു കുട്ടിക്ക് നേരിട്ട് ഫൗണ്ടേഷൻ ഇല്ലാതെ ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് 3 വർഷം 4 വർഷം അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കാലയളവ് നഷ്ടപ്പെടും, നമ്മുടെ കരിയറിൽ നഷ്ടപ്പെടും എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ CMA എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നേരിട്ട് +2 പഠിക്കുന്ന സമയത്ത് തന്നെ ഫൗണ്ടേഷൻ ചെയ്ത് അവർ നേരെ ഇൻ്റർമീഡിയറ്റ് ചെയ്ത് ഫൈനൽ കോഴ്സ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏതാണ്ട് 7 ആഴ്ചയോളം വരുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ മാൻഡേറ്ററി ആയിട്ട് 15 മാസത്തോളം ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ജോബ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 വർഷമാണ് ചെയ്യേണ്ടത്. അതിൽ 15 മാസം കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അതും കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം തന്നെ അക്വയർ ചെയ്യേണ്ട നിരവധിയായിട്ടുള്ള സ്കില്ലുകളുണ്ട്. അക്കൗണ്ടിങ് സ്കില്ലുകൾ, മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി, എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു ശ്രദ്ധ പതിപ്പിക്കുകയും പഠനം പൂർത്തിയാക്കി രജിസ്റ്റർ ചെയ്ത് നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന്, വളരെ വേഗത്തിൽ സ്ഥിരോത്സാഹിയായ, വളരെ സ്മാർട്ടായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക്, പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിക്ക് വളരെ മികച്ച ഒരു കരിയറിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. സ്വന്തമായിട്ടൊരു പ്രാക്ടീസിങ്ങിലൂടെ വലിയ ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്നു. സമൂഹത്തിൽ നല്ല ഒരു നിലയും വിലയുമുള്ള ഒരു സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാൻ കഴിയുന്നു തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അഡ്വാൻറ്റേജസ് ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഈ കരിയറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കരിയർ ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന് നമുക്ക് ബ്രിഡ്ജ് കോഴ്സുകളും മറ്റുമൊക്കെ ഉണ്ട്. ഗൾഫ് കൺട്രീസിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാകാം. ഒമാനിലും സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി CMA തന്നെ മതി.
അവിടേക്ക് നിങ്ങൾക്ക് നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് കഴിയും. പല സ്ഥാപനങ്ങളും ഔട്ട്സോഴ്സ് ചെയ്യുന്ന മേഖലകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇൻ്റർനാഷണലി ഉള്ള പല മൾട്ടിനാഷണൽ കമ്പനികളും അവരുടെ ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അവസരമുണ്ട്, വിദേശത്ത് പോകാതെ തന്നെ. അപ്പോൾ അത്തരത്തിൽ വളരെ വിശാലമായ ഒരു മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. ഒരു രാജ്യത്തിൻ്റെ ഇക്കോണമി ഓരോ വർഷവും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ഇക്കോണമി ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗ്രോത്ത് റേറ്റിന് ആനുപാതികമായിട്ട് ഇൻഡസ്ട്രീസ് ഉണ്ടാകുന്നു, മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു, പല പല പ്രോജക്റ്റുകൾ ഉണ്ടാകുന്നു. ഈ പ്രോജക്റ്റുകളുടെയൊക്കെ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് വളരെ ഇഫക്റ്റീവായിട്ട് ഫിനാൻഷ്യൽ സെക്ടറിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ഥാപനത്തെ, ഒരു കമ്പനിയെ സഹായിക്കുക എന്ന വളരെ ഉത്തരവാദിത്ത പൂർണ്ണമായിട്ടുള്ളൊരു ജോലി നിർവഹിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് CMA.